ഹലോ. ഓണത്തിന്റെ പിറ്റേ ദിവസം അതായത് അവിട്ടനാളിൽ എങ്ങോട്ടേലും ഒരു കുഞ്ഞു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. നെല്ലിയാമ്പതിയായിരുന്നു മനസ്സിൽ. അത് പിന്നെ വാഴച്ചാലായി. വാഴച്ചാലായ കഥ എങ്ങനെയാ പറയാന്ന് വെച്ചാ ആ അതങ്ങനെ വലിയ കഥയൊന്നുമില്ല. അടുത്തുള്ള നല്ലൊരു സ്പോട്ടിൽ പോവാന്ന് വിചാരിച്ചു. അതിരപ്പള്ളിയിലാണെങ്കിൽ എപ്പോഴും പോണതാ. എന്നിട്ടും അതിരപ്പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വാഴച്ചാലിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ വാഴച്ചാൽ ഫിക്സ് ചെയ്തു. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് സമീപം പടിഞ്ഞാറോട്ടൊഴുകുന്ന ചാലക്കുടി നദിയിലും ഷോളയാർ നിരകളുടെ അരികിലും സ്ഥിതി ചെയ്യുന്ന ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ അകലെയാണ്. ചാലക്കുടിയിൽ നിന്ന് 36 കിലോമീറ്റർ അകലെ. ഈ ഒരൊറ്റ സ്പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വാഴച്ചാലിൽ കാണാനായിട്ട്. ഇവിടെ വെള്ളത്തിലേക്ക് ഇറക്കില്ല, എല്ലാം കെട്ടി അടച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു വാക്ക് വേ പോലെ ഉണ്ട്, അതിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറെ വീടുകൾ ഉണ്ടായിരിക്കും. അവിടെ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ അവിടെ കണ്ട ഒരു കാഴ്ചയാണിത്. പച്ചിലപ്പാമ്പ് കേട്ടോ. അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നിസ്സാര കാഴ്ചയാണ്. കണ്ടോ, അവര് ചൂലുകൊണ്ട് തട്ടി അതിനെ ഓടിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിതൊരു കൗതുകമുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്ത് വെച്ചതാട്ടോ. അത് മരത്തിന്റെ മുകളിലേക്ക് കയറും. കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മരത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ, ഇലകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ചെറുതാണ്. നമ്മുടെ മേലൊക്കെ ചിലപ്പോൾ കയറി പോവും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്നാക്സും ചായയും ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. പക്ഷെ ആ ക്ലിപ്പിംഗ്സ് ഒന്നും കാണാനില്ല. ഡിലീറ്റ് ആയതാണോ, ഞാൻ ഷൂട്ട് ചെയ്യാത്തതാണോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല. അതിന് നമ്മൾ സന്ധ്യയോട് കൂടി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ അതിരപ്പള്ളിക്ക് പോണ വഴിക്ക് അതിരപ്പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ചാപ്പാറ വാട്ടർഫോൾസ് കാണാൻ പറ്റും കേട്ടോ. അവിടെ ഇപ്പം നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മേലെ കയറി നമുക്ക് വാട്ടർഫോൾ കാണാം. ചെറിയൊരു വാട്ടർഫോൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ സന്ധ്യ ആയപ്പോൾ തിരിച്ചു പോവുകയാണ്. ചാലക്കുടിയിലെത്തി അവിടുന്ന് അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പക്ഷെ ആ ക്ലിപ്പിംഗ്സും എൻ്റെ കയ്യിൽ കാണാനില്ല. എന്തായാലും വാഴച്ചാലിന്റെ കംപ്ലീറ്റ് ക്ലിപ്പിംഗ്സും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ട് നിങ്ങൾ ആസ്വദിച്ചില്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.